കഴിഞ്ഞ ദിവസമായിരുന്നു ലോക പ്രണയദിനം. പ്രണയദിനത്തിൽ പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല സംഘടിപ്പിച്ച പ്രണയവിവാഹിതരുടെ സംഗമം വേറിട്ട പ്രണയദിന അനുഭവമായി മാറുകയും ചെയ്തു. പ്രണയവിവാഹിതർ തീക്ഷ്ണമായ തങ്ങളുടെ പ്രണയാനുഭവങ്ങൾ പങ്കുവച്ചാണ് ഒത്തുകൂടിയത്. സാധാരണ തൊഴിലാളിയെന്നോ സമൂഹത്തിലെ ഉയർന്ന മേഖലയിലുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രണയിച്ച് കല്യാണം കഴിച്ചവർ ഒത്തുചേരുകയായിരുന്നു. ജാതിയും ജാതകവും സമുദായവും മതവും പൊന്നും പണവും ഒന്നും നോക്കാതെ ഉദാത്തമായ സ്നേഹത്തിനു മുന്നിൽ മറ്റെല്ലാം നിഷ്പ്രഭമാണെന്ന് പ്രഖ്യാപിച്ച് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച പ്രണയദമ്പതികൾ തങ്ങൾ നടന്നുവന്ന ജീവിത വഴികളെക്കുറിച്ച് മനസ്സുറന്നപ്പോൾ കേട്ടുന്നവരിൽ അമ്പരപ്പും നർമ്മവും പടർന്നു. പുതുതലമുറയിലെ ഓൺലൈൻ പ്രണയക്കാർ മുതൽ 86 വയസ്സുള്ള MC രാഘവനും 80 വയസ്സുള്ള PK യശോധയും വരെ പ്രായഭേദമില്ലാതെയാണ് പ്രണയദമ്പതികളായി ഈ ചടങ്ങിൽ എത്തിച്ചേർന്നത്. പടന്നക്കര സാധു ബീഡി കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ അടുത്തിരുന്ന് ബീഡിക്ക് നൂല് കെട്ടിയപ്പോൾ മുട്ടിട്ട പ്രണയം വളർന്ന് തൻ്റെ ജീവിതസഖിയെ തിരഞ്ഞെടുത്ത് ജീവിതം മുന്നോട്ട് നയിച്ച 70 വയസ്സ് കഴിഞ്ഞ അന്തോളി രാജേട്ടനും ഭാര്യ സരോജിനിയും കാരുരുമ്പിനും തകർക്കാൻ പറ്റാത്ത പ്രണയത്തിനൊടുവിൽ പരോളിലിറങ്ങി പ്രണയിനിയെ കല്യാണം കഴിച്ച അണ്ടല്ലൂരിലെ NK ബൈജുവും തങ്ങളുടെ 3 പെൺമക്കളുടെയും പ്രണയവിവാഹം നടത്തിക്കൊടുത്ത പ്രണയവിവാഹിതരായ ധർമ്മടത്തെ ശിവൻകുട്ടിയും നിർമ്മലയും പരിപാടിയുടെ വിവരമറിഞ്ഞ് കിലോമീറ്ററുകൾ താണ്ടി ആലക്കോട് നിന്നുമെത്തിയ MK സെബാസ്റ്റ്യൻ, ജാൻസി സെബാസ്റ്റ്യൻ, മതം പ്രണയത്തിന് വിലങ്ങുതടിയല്ലെന്ന് തെളിയിച്ച ബിനോയ് മാത്യു ലിഷ, ബെന്നി ഷഹർബാനു, സിദ്ദിഖ് സിന്ധു എന്നിവരും സിനിമാ സംവിധായകൻ T ദീപേഷ്, നാടൻപാട്ട് കലാകാരൻ കുട്ടാപ്പു കതിരൂർ എന്നിവരടക്കം 30 പ്രണയജോഡികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പ്രണയവിവാഹിതരായ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ മകൾ യുവകവയിത്രി അഞ്ജലി പിണറായി താൻ എഴുതിയ പ്രണയകവിത അവതരിപ്പിച്ചത് വേറിട്ട അനുഭവമായി. TR വിധു, ഷിജിത്ത്, കുട്ടാപ്പു കതിരൂർ എന്നിവരും പ്രണയഗാനങ്ങൾ ആലപിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത പ്രണയവിവാഹിതർ ചുവന്ന റോസാപ്പൂക്കൾ പരസ്പരം കൈമാറിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ബിനോയ് മാത്യു ബഷീറിന്റെ പ്രേമലേഖനം എന്ന പുസ്തകത്തെക്കുറിച്ച് ആസ്വാദനം നടത്തി. പങ്കെടുത്ത മുഴുവൻ പ്രണയജോഡികൾക്കും വായനശാല ഉപഹാരങ്ങൾ നൽകി. KP രാമകൃഷ്ണൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, N ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.